ജയിക്കും എന്റെ മാന്യത. ഇതിപ്പോൾ സ്നേഹത്തോടെ എന്നെ കരുതിയ തിരുമേനിയെ കുറിച്ച് അധികം വാക്കുകൾ പറഞ്ഞ് എനിക്ക് ഞാൻ ശക്തനല്ല. ഇങ്ങനെ അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. തിരുമേനിക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ അനുഗ്രഹം എന്റെ മേൽ ഉണ്ടായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ എന്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നു, നടത്തുന്നു. നീർവിളാകം സെന്റ് മേരീസ് പള്ളിക്ക് വേണ്ടി റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. പാവുക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിക്ക് വേണ്ടി വികാരി റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. മാർത്തമറിയാം സമാജമക മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ മാർത്തമറിയാം ന്യൂഡൽഹി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലെ മാർത്തമറിയാം സമാജത്തിന് വേണ്ടി റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ മൗണ്ട് താബോർ ദേറായി കോൺവെന്റിലെ മുൻ മദർ സുപ്പീരിയർ സിസ്റ്റർ മദർ ഷേവ അനുശോചനം അറിയിക്കുന്നതാണ്. വിശുദ്ധ ബാവാതിരുമേനി റബ്ബാച്ചന്മാരെ ബാക്കി എല്ലാ തിരുമേനിമാരും സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും സിസ്റ്റേഴ്സും ബാക്കി എല്ലാ ജനങ്ങളും വാക്കുകൾ പറയാൻ ശക്തി ഉണ്ടായിട്ടല്ല. ഞങ്ങളുടെ വലിയ ഭാവമല്ല, ഞങ്ങളുടെ അപ്പച്ചനാണ് കാലം ചെയ്തത്. കാലം ചെയ്ത തോമാമാർ വിന്യാസ്യോസ് തിരുമേനി അതേപോലെ ഞങ്ങളെ ആശ്രമവും മഠത്തിലെ സിസ്റ്റർമാരെ എന്റെ പെൺമക്കളെ നോക്കിക്കോണമെന്ന് ഏൽപ്പിച്ച് അതുപോലെ തന്നെ ഒരു വ്യത്യാസവും കൂടാതെ ഞങ്ങളെ ഈ വലിയ ബാബ തിരുമേനി അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ഞങ്ങളെ നോക്കി, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ വളർത്തി. ഞങ്ങളെ വളർത്തിയെന്ന് തന്നെ പറയണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ, ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അന്നേരമാണ് ഞാൻ മഠത്തിൽ വരുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു മീറ്റിംഗ് നടന്നു. ഞാൻ തിരിഞ്ഞു നടന്നു പോയപ്പോൾ അപ്പച്ചൻ എന്നെ വിളിച്ച്, ഓ മീറ്റിംഗിൽ സംബന്ധിക്ക്, നിങ്ങളൊക്കെ വളർന്ന് ഇതിന്റെ തൂണും വലിയ താങ്ങുമായി വളർന്നു വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ തന്നെ വളർത്തി, ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ ഡിഗ്രി എടുപ്പിച്ചു, കോളേജ് അധ്യാപികയായി, മഠത്തിന്റെ സുപ്പീരിയറായി ഒക്കെ ആക്കാൻ ഇടയായത് ഈ തിരുമേനി അമ്പലത്തിന്റെ ഞങ്ങളുടെ അമ്പലത്തിന്റെ സ്നേഹമാണ്. എന്നെ മാത്രമല്ല, ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ എല്ലാം 4 പേരെ തൃശ്ശാപ്പള്ളിയിൽ വിട്ട് പഠിപ്പിച്ചു. തൃശ്ശാപ്പള്ളിയിൽ വെച്ച് ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അസുഖമായി ഹോസ്പിറ്റലിലായപ്പോൾ കാലം ചെയ്തത് തോമാമാർ വിന്യാസ്യോസ് തിരുമേനി തൃശ്ശാപ്പള്ളിയിൽ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ വീൽ ചെയറിൽ എന്നെ കാണാൻ വന്നു. ആ സ്നേഹമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാ അപ്പച്ച വന്നേന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചനിൽ മക്കൾക്ക് അപ്പച്ചനില്ലെന്ന് വിചാരിക്കും, അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അതേ സ്നേഹം തന്നെയാണ് ഈ ബാബാ തിരുമേനി ഞങ്ങൾക്ക് പകർന്നു തന്നത്, വലിയ ബാബായി. അതുകൊണ്ടാണ് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഏറ്റവും സ്നേഹിച്ച്, ഞങ്ങളുടെ മഠത്തെ ഏറ്റവും സ്നേഹിച്ച്, ആ സ്നേഹം ആശ്രമത്തിലുള്ള എല്ലാവർക്കും എന്റെ മക്കളെ നോക്കിക്കൊള്ളുമ്പോ മക്കളെ നോക്കിക്കൊണ്ടെന്ന് അത് പരിശീലിപ്പിച്ച് ആ രീതിയിൽ ഞങ്ങളെ വളർത്തിയെടുക്കുന്നതിന് മരണം വരെയും സഹായിച്ച ഈ അപ്പച്ചനോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തോ അനുശോചനമൊന്നും പറയണ്ടേ. അപ്പച്ചൻ കാണിച്ചു തന്ന മാതൃക എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കും. ഞാന് മലബാറിൽ ചെല്ലുമ്പോൾ, അന്ന് മലബാർ ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റപ്പോൾ ഞാൻ വല്ലപ്പോഴും ഒക്കെ മലബാറിൽ പോകുമായിരുന്നു. രാത്രിയിൽ 12 മണി വരെ മുട്ടുകുത്തി അവിടെ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ച. ആദ്യം അരമനയൊന്നും ഇല്ലായിരുന്നു, കോഴിക്കോട് പള്ളിയായിരുന്നു. പിന്നെയാണ് ഒരു കൊച്ചു അരമന ഉണ്ടാക്കിയത്. അവിടെ പ്രാർത്ഥിച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് മലബാറിലുള്ളവർക്ക് അറിയാം. എന്തുമാത്രം കഷ്ടത സഹിച്ചും എന്തുമാത്രം പ്രവർത്തിച്ചെന്ന് എല്ലാവർക്കും അറിയാം. അതാണല്ലോ ഇന്ന് ഈ വന്നുകൊണ്ടിരുന്ന ജനത്തിന് സ്നേഹവാനായ പിതാവ്, എല്ലാവരെയും സ്നേഹിക്കുന്ന പിതാവ്, സ്നേഹവാനായ പിതാവ്.